നിയമസഭാ സീറ്റിനെ സംബന്ധിച്ചോളം ഞങ്ങൾ ഇപ്പോൾ അടുത്ത ദിവസമായിരിക്കും എന്റെ സീറ്റെല്ലാം ഫൈനലൈസ് ചെയ്യുന്നത്. ഇന്ന് BDJSന്റെ ഞങ്ങളുടെ സംസ്ഥാന തലത്തിലുള്ള നിയോജകമണ്ഡലം മുതലുള്ള എല്ലാ ഭാരവാഹികളും ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ ഭാരവാഹികളുണ്ട്. ഞങ്ങൾ ഡിസ്കഷൻ നടത്തിയ ശേഷം ഇപ്പം NDAയുടെ മീറ്റിംഗ്, അതായത് BJPയും BDJSുമായിട്ട് ഉഭയകക്ഷി ചർച്ച നടത്തി ഞങ്ങളുടെ സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മത്സരിച്ച 23ഓളം സീറ്റുകളാണ് മത്സരിച്ചിട്ടുള്ളത്. ആ സീറ്റുകളും ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് വേണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങളൊന്ന് അടുത്ത ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അതിനൊക്കെ ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തും. ഒരാഴ്ച പരമാവധി. ഇതുവരെ ഒരു സീറ്റിനും യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഞങ്ങളുടെ കയ്യിലുള്ള സീറ്റുകൾ ഞങ്ങളുടേതും, BJPയുടെ കയ്യിലുള്ള സീറ്റുകൾ BJPയുടേതായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. പിന്നെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഞങ്ങൾ തമ്മിൽ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇരുന്ന് അത് ചിന്തിച്ച്, അല്ലെങ്കിൽ ഞങ്ങൾ അതുകൊണ്ട് ഗുണം ഞങ്ങൾക്കുണ്ട്, അതുപോലെ BJPക്കുണ്ട്, ഞങ്ങൾ തിരിച്ചറിഞ്ഞാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെന്റ് നടത്തും. ഇല്ല, പ്രത്യേകിച്ച് ഇപ്പോൾ വിട്ടുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഇപ്പം ആലപ്പുഴയെ സംബന്ധിച്ചുള്ള ഒന്നുമില്ല. കാരണം ആലപ്പുഴയിൽ എല്ലാ സീറ്റുകളിലും നമ്മുടെ നല്ല സ്ഥാനാർത്ഥികൾ മത്സരിക്കാനുള്ള എല്ലാ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അതിന് ആലപ്പുഴയെ സംബന്ധിച്ചുള്ള അങ്ങനെ ചിന്തയുടെ ആവശ്യം ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരാഴ്ചക്കുള്ളിൽ തീർക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പം ഒരു ഫൈനലായിട്ട് സീറ്റുകൾ ഞങ്ങളൊന്ന് ഡിവൈഡ് ചെയ്യണം, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തണോ വേണ്ട എന്നുള്ളൊരു ഫൈനൽ ഡിസ്കഷൻ വേണം. അതിനുശേഷം ഉടൻ തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെല്ലാം അടുത്ത ഒരു 1-1.5 ആഴ്ചക്കുള്ളിൽ, ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനല്ലേ NDAയുടെ കൺവീനർ. സീറ്റ് വിഭജിക്കണമെങ്കിൽ ഞങ്ങൾ രണ്ടുകൂടി ഇരുന്നിട്ട് വേണ്ട ചെയ്യേണ്ടത്. അപ്പം പ്രാതിനിധ്യം ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് സംശയത്തിന്റെ ആവശ്യമില്ലല്ലോ. അല്ല, ഞാനിപ്പം പല നിയോജകമണ്ഡലങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഉള്ളവരെടുത്ത് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ ഇവിടെ NDAയുടെ കേന്ദ്രസമിതി, BJPയുടെ കേന്ദ്രസമിതി നേതാക്കന്മാരെല്ലാം അറിയിച്ചിട്ടുള്ളത് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ എനിക്ക് അനുവാദം തരണമെന്നും ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും BJPയുടെയും BDJSന്റെയും അല്ലെ മറ്റു ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് എന്നെ ഒന്ന് മാറ്റി തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടുള്ളത്. പക്ഷെ അതൊരു സെക്കൻഡ് സ്റ്റേജിൽ അങ്ങനെ വേണമെന്നുള്ളൊരു ഫൈനൽ തീരുമാനം എടുക്കും. ഇല്ല, അങ്ങനെ വെച്ച് മാറുന്നതിനെ കുറിച്ച് അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല. ഇതുവരെ ഒരു കാര്യങ്ങളും അങ്ങനെ ഉന്നയിച്ചിട്ടുമില്ല. അല്ല, BJP ജയിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ജയിക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതൊരിക്കലും ഞങ്ങളുടെ സീറ്റ് അത്ര സ്ട്രോങ് ആയിട്ടുള്ള സീറ്റ് ഞങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ. ഇപ്പൊ BJP മാത്രം മത്സരിച്ച് ജയിക്കുന്നല്ലേ. NDAയുടെ സ്ഥാനാർത്ഥികൾ ആര് നിന്നാലും മത്സരം ജയിക്കാൻ സാധ്യതയുള്ള ആ സീറ്റ് എന്ന് പറയുമ്പോൾ അത് NDAയുടെ BJPയുടെയോ BDJSന്റെയോ ഘടകകക്ഷികളുടെ ആര് നിന്നാലും ജയിക്കാം. അപ്പൊ അങ്ങനെയുള്ള സീറ്റ് ഞങ്ങൾക്ക് ഒരിക്കലും വിട്ടുകൊടുക്കാൻ കഴിയില്ല. അങ്ങനെ ഇതുവരെയുള്ള സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ചർച്ചയേ വന്നിട്ടില്ല. അത് പലതരത്തിലുള്ള മാധ്യമങ്ങളിൽ വരുന്ന പരിപാടിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്തെക്കുറിച്ച് ഞാനും ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ കേട്ടതെന്നുള്ളതല്ലാതെ അവിടെ അങ്ങനെ ഒരു ചർച്ച ഞങ്ങൾ ആരും തമ്മിൽ നടന്നിട്ടില്ല. എനിക്കറിയില്ല, ശോഭയായിട്ട് ഞാൻ കണ്ടിരുന്നു, ഞങ്ങൾ സംസാരിച്ച് അങ്ങനെ ഒരു കാര്യം പുള്ളിക്കാർ പറഞ്ഞിട്ടില്ല, BJPയുടെ ഒരു നേതാക്കന്മാരും പറഞ്ഞിട്ടില്ല. ഇത് മാധ്യമങ്ങളിലൂടെ കണ്ടൊരു കാര്യം മാത്രമാണ്. നമുക്കറിയാലോ, കഴിഞ്ഞ പ്രാവശ്യനേക്കാളൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഏതാണ്ട് 20-22ഓളം സീറ്റുകളിൽ കഴിഞ്ഞ നമ്മുടെ പാർലമെന്റ് ഇലക്ഷൻ തന്നെ 1ാം സ്ഥാനം നിൽക്കുകയാണ്. അതുപോലെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന വലിയൊരു സീറ്റിന്റെ എണ്ണം നിറയുണ്ട്. പണ്ട് കേരളത്തിൽ കഴിഞ്ഞ് ഞങ്ങളൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, ഒരു ത്രികോണ മത്സരമെന്ന് പോലും മാധ്യമങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. കേരളത്തിലെ ജനതയും തയ്യാറായിരുന്നില്ല. ആ അവസ്ഥ മാറി ഇന്ന് ത്രികോണ മത്സരം വളരെ ശക്തമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇന്ന് ശക്തമായി NDA മത്സരിച്ചാൽ ഏതാണ്ട് ഒരു 10-20 സീറ്റുകൾ വരെ ഈസിയായി ജയിക്കാൻ പറ്റുന്ന സാധ്യതയുണ്ട്. അത് തന്നെ ഒരു കക്ഷിക്ക് ഒരു ഏതെങ്കിലും മുന്നണിക്ക് മാത്രം അധികാരത്തിൽ വരാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്നുള്ള കാര്യം പല സർവേകളിൽ പോലും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നണി തന്നെയാണ് ഇന്ന് NDA കേരളത്തിന് കാര്യം ശക്തമാണ്. CJ റോയ് മരിച്ചപ്പോ അദ്ദേഹത്തെ ഇവിടെ NDA ആണ് കൊന്നതെന്നാണ് ആദ്യം മാധ്യമങ്ങളിൽ വാർത്ത വന്നത് എന്ന് പറഞ്ഞ പോലെ ഇക്കാര്യം നമ്മൾ പിറ്റേ ദിവസം കണ്ടതാണ് എന്താണ് അദ്ദേഹം മരിച്ചപ്പോൾ ഉണ്ടായുള്ള പ്രശ്നമുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കാര്യം നമ്മുടെ റെയിൽവേ ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള എല്ലാം എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ കേരളത്തിൽ ഒരു സ്ഥലത്തോട്ട് അറിഞ്ഞിട്ടില്ല. നമുക്ക് കഴിഞ്ഞ കാലം കിട്ടിയതിനേക്കാൾ കൂടുതൽ പണം കിട്ടിയിട്ടേ ഉള്ളൂ. പിന്നെ ഇവരെ പറയുന്നത് എന്താ, ട്രിവാൻഡ്രത്ത് പ്രധാനമന്ത്രി വന്നു പോയി, അപ്പൊ ഇന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ പ്രഖ്യാപനം നടത്തിയില്ല. നമ്മളൊരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി പോയിട്ട് ഒരു 2 ആഴ്ചയായുള്ളൂ. 2 ആഴ്ച കൊണ്ട് ഒരു ബഡ്ജറ്റിൽ
നിർമ്മലജിയെ സംബന്ധിച്ചോളം അതിനിടയ്ക്ക് ഒരു തിരികെ കയറ്റാൻ പറ്റുന്ന അല്ലതൊന്നും. അത് വരുന്ന ദിവസങ്ങളിൽ, വരുന്ന അടുത്ത ബഡ്ജറ്റിലാണ് ഈ പറയുന്ന തിരുവനന്തപുരത്ത് എന്ത് കിട്ടും അല്ല എന്ത് കിട്ടില്ല എന്ന് അറിയാൻ വേണ്ടി പോകുന്നത്. അതിന് മുമ്പേ തന്നെ കയറി പല മാധ്യമങ്ങളും വളരെ മോശമായി. കാര്യം ഏതാണ്ട് തിരുവനന്തപുരത്ത് ജയിപ്പിച്ച ഓരോ വോട്ടറും വെറും മണ്ടന്മാരാണ് തലത്തിലാണ് പലയിടത്തും അത് ചിത്രീകരിച്ചത്. അത് വളരെ മോശമായി. കാര്യം ഒരിക്കലും അങ്ങനെ പറയരുത്. കാര്യം അദ്ദേഹം വന്ന് പോയിട്ട് 10 ദിവസം പോലും ആയിട്ടില്ല. 10 ദിവസം മുമ്പ് ഇന്ത്യയെ പോലുള്ള വലിയ രാജ്യത്തിന്റെ ബഡ്ജറ്റിൽ ഇവിടെ ട്രിവാൻഡ്രത്തിന്റെ ഈ പറയുന്ന കോർപ്പറേഷന്റെ ഇത് കയറ്റാൻ കഴിയുമോ? നമുക്ക് സാധാരണ റെയിൽവേ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൽ വന്ന് ഫസ്റ്റ് വാർത്തകൾ വന്ന ശേഷം പിന്നെ നമ്മൾ കണ്ടതാണ് ഓരോന്നും. എന്റെ പൊന്നു സഹോദര, ഈ എയിംസ് തരുന്നതിന് യാതൊരു വിധ ബുദ്ധിമുട്ടുമില്ല. ആദ്യം ചെയ്യേണ്ടത് അവിടെ കേരള സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതായത് 200 ഏക്കർ സ്ഥലം, 4 ലൈൻ ട്രാഫിക് ഉള്ള സ്ഥലം കൊടുക്കണം. നമ്മൾ സ്ഥലം കൊടുത്തിട്ടില്ല. ഈ പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇത് പറയുന്ന ഓരോ കാര്യം നമുക്ക് ചെയ്ത് കിട്ടണമെങ്കിൽ അത് ഇന്ത്യ ഗവൺമെന്റ് നോംസ് ഉണ്ട്. ആ നോംസ് ബേസ് ചെയ്യാൻ നമ്മൾ നിൽക്കണ്ടേ. അതല്ലാതെ എയിംസ് കിട്ടിയില്ല പറഞ്ഞ കാര്യം. നമുക്കൊരു 200 ഏക്കർ സ്ഥലം, ഒരു കാര്യം 200 ഏക്കർ സ്ഥലം നിങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഒരു ആരുടെയും പുറകെ പോകണ്ട, എനിക്കൊന്ന് വാങ്ങിച്ചതാ. ഈ പറയുന്ന ആ നോംസ് കണ്ടീഷൻ ഞാൻ കേരളത്തിലെ മാധ്യമത്തിന് തരാം. ആ മാധ്യമങ്ങൾ മുഴുവൻ നിങ്ങൾ ഈ പറയുന്ന ആ നോംസ് ഫുൾഫിൽ ചെയ്ത ഒരു സ്ഥലം തന്നാൽ നിങ്ങൾ പറയുന്ന സമയത്ത് സാധനം വാങ്ങിച്ചു തരാം.